ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ റിബൺ പക്കോട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓലമുറുക്ക് എന്ന് പറയും. വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ആളെ പിടികിട്ടിയല്ലോ. ഇതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു മിക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പച്ചരി കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ച് ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം. ഒന്നാകെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. വെള്ളം അധികമായി പോകരുത്. ഇപ്പം നമുക്ക് മുറുക്കിന് വേണ്ട ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നല്ല തിക്കാവാനും പാടില്ല, നല്ല ലൂസാവാനും പാടില്ല. ഇനി ഇതിലേക്ക് തിളച്ച എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതി. മുറുക്ക് നല്ല സോഫ്റ്റും ക്രിസ്പി ആവാനാണിത്. ഇനി നമുക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സേവനാഴിയിലേക്ക് ഈ ഒരു ചില്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മുറുക്ക് വറുത്തെടുക്കാനുള്ള എണ്ണ ചൂടാൻ വെക്കണം. ചൂടായോന്ന് അറിയാനായിട്ട് ഇതിന്നൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതിലിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പൊങ്ങി വരണം, എങ്കിൽ ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. മാവ് എണ്ണയിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ പതുക്കെ പ്രസ് ചെയ്താക്കി കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. ഇതിട്ട് കഴിഞ്ഞാൽ എണ്ണയിൽ വലിയ ബബിൾസ് ആയിരിക്കും. ഈ ബബിൾസൊക്കെ ഒന്ന് അടങ്ങിയിട്ട് നമ്മുടെ മുറുക്ക് കാണാൻ തുടങ്ങുന്ന സമയത്ത് ഒന്ന് ഈ ചട്ടുകം വെച്ചൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഒന്ന് ഹാർഡായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് 1 മിനിറ്റോളം ഒന്നും കൂടി വറുത്തിട്ട് നമുക്ക് ഇത് കോരിയെടുക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് മുറിച്ചെടുത്താൽ മതി. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി 9-10 ദിവസം വരെ നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.